വൃക്ഷം എന്ന് പറയുമ്പോൾ മനുഷ്യനെയും മനുഷ്യൻ്റെ സ്വഭാവത്തെയുമാണ് കുറിക്കുന്നത്. നല്ല സ്വഭാവം ഇല്ലാത്തവരെല്ലാം അഗ്നിയിലിടുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ട് കുറേ പേർ ഇവിടെ സ്നാനമേൽക്കുവാനായിട്ട് വന്നു. അപ്പോൾ സ്നാനമേൽക്കുവാൻ വന്നവർക്ക് ഉടനെ തന്നെ യോഹന്നാൻ സ്നാനം കൊടുത്തില്ല. അപ്പോൾ അവരുടെ അടുത്ത് പറയാണ്, നല്ല ഫലം മാനസാന്തരത്തിന് ഏറ്റവും നല്ല ഫലം കായ്ക്കണം. അപ്പോൾ നല്ല സ്വഭാവം വരാതെ നാം സ്നാനമെടുത്താലും നിർബന്ധമായിട്ട് നമുക്ക് സ്വർഗരാജ്യത്തിൽ പോകുവാൻ സാധിക്കത്തില്ല എന്ന് ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ ചുങ്കം പിരിവുകാർ വന്ന് ചോദിച്ചു. ചുങ്കം പിരിവുകാർ എന്ന് പറയുമ്പം ടാക്സ് കളക്ടർ എന്ന് പറയാം, അങ്ങനെ. അപ്പോൾ നികുതി പിരിക്കുന്നവർ എന്ന് പറയാം. അപ്പോൾ അവർ അവിടെ വന്നപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോഴവർ പറഞ്ഞു, നിങ്ങൾക്ക് ഗവൺമെൻറ് നിശ്ചിത തുക കുറിച്ചിട്ടുണ്ട്, അതല്ലാതെ ജനങ്ങളോട് അധികം ഒന്നും വാങ്ങരുതെന്ന് പറഞ്ഞു.